നമ്മുടെ സുവോളജിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് എവല്യൂഷൻ. അത് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എവിഡൻസസിനകത്ത് വരുന്ന ഹോമലോഗസ് ഓർഗൻസും അതുപോലെ അനലോഗസ് ഓർഗൻസും. അപ്പോൾ അത് നമുക്കൊന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചെടുത്താലോ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻ? ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ സിമിലർ ആയിരിക്കും, പക്ഷേ ഫംഗ്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ, അതേപോലെ തന്നെ നമ്മുടെ ചീറ്റയുടെ കാലുകൾ, അതുപോലെ ബാറ്റിൻ്റെ ചിറകുകൾ, അതുപോലെ നമ്മുടെ വെയിലിൻ്റെ ഫ്ലിപ്പേഴ്സൊക്കെ, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി എൻറ്റയർ ബോൺസും സ്ട്രക്ചറും എവറിത്തിങ് സെയിം ആണ്. പക്ഷേ നമ്മൾ കൈകൾ ഉപയോഗിക്കുന്ന കാര്യത്തിനല്ല ചീറ്റ അതിൻ്റെ കാലുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ബാറ്റ് അതിൻ്റെ ഫോർലിംസ് ഉപയോഗിക്കുന്നത് പറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഫങ്ഷൻസാണ് ചെയ്യുന്നത്, ബട്ട് സ്ട്രക്ചറലി അത് സിമിലർ ആണ്. ഇത്തരത്തിലുള്ള ഒരു എവല്യൂഷൻ, അതായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഇവരെല്ലാവരും ഉണ്ടായി വന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും പലതായി ഡൈവേർജ് ചെയ്ത് പല ജീവികളായി മാറുന്ന അത്തരത്തിലുള്ള എവല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് എവല്യൂഷൻ. സോ ഡൈവേർജന്റ് എവല്യൂഷനും ഹോമലോഗസ് ഓർഗൻസും ഇത് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഷോർട്ടായിട്ട് HD എന്നൊരു ഷോർട്ട് ഫോം വെച്ച് പഠിച്ചു വയ്ക്കാം. മറ്റ് എക്സാമ്പിൾസ് ആണ് വെർട്ടിബ്രേറ്റഡ് ഹേർട്ട്, അതുപോലെ തന്നെ നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ ബ്രെയിൻ, അതുപോലെ പ്ലാന്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ലയുടെ തോൺസും അതുപോലെ തന്നെ കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽസും, ഇതൊക്കെ നമുക്ക് ഹോമലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അനലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പരുന്തിന് ചിറകുണ്ട്, അതുപോലെ ബട്ടർഫ്ലൈസിനും ചിറകുണ്ട്. പക്ഷേ ഈ രണ്ട് ചിറകുകൾക്കും ഒരേ സ്ട്രക്ചർ ആണോ? അല്ല, ദേ ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. പക്ഷെ രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ കാര്യത്തിനല്ലേ, പറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ദേ ആർ ഡൂയിങ് ദി സെയിം ഫംഗ്ഷൻ. പക്ഷെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ബട്ട് ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അത്തരം ഓർഗൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലോഗസ് ഓർഗൻസ്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒരേ ഫംഗ്ഷൻ വന്നത്? കാരണം ഇവരെല്ലാവരും ഏകദേശം ജീവിക്കുന്നത് ഒരേ ഹാബിറ്റാറ്റിലാണ്. അപ്പോൾ ഒരിടത്തേക്ക് അവർ കൺവേർജ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് ഒരേപോലെയുള്ള അഡാപ്റ്റേഷൻ ഉണ്ടായി. ഇത്തരത്തിലുള്ള എവല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് എവല്യൂഷൻ. ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അനലോഗസ് ഓർഗൻസും കൺവേർജന്റ് എവല്യൂഷൻ പഠിക്കാനായിട്ട് AC എന്നൊരു കോഡ് ഉപയോഗിക്കാം. അനലോഗസ് ഓർഗൻസ് കൺവേർജന്റ് എവല്യൂഷൻ. ഇതിന്റെ മറ്റ് എക്സാമ്പിൾ പെട്ടതാണ് നമ്മുടെ ഒക്ടോപ്പസിന്റെ ഐയും മാമൽസിന്റെ ഐയും. അതുപോലെ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും രണ്ടും സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ എങ്കിൽ ഒരാൾ റൂട്ട് മോഡിഫിക്കേഷനും മറ്റൊരാൾ സ്റ്റെം മോഡിഫിക്കേഷനുമാണ്. സോ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. എക്സാമ്പിൾ വിത്ത് വേണം പഠിച്ചു വെക്കേണ്ടത്, കാരണം ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും.